എല്ലാവർക്കും നമസ്കാരം. നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുകയാണ്. പല കാര്യങ്ങളിലും ഞാൻ തിരക്കിലായിരുന്നു. യാത്രകൾ, എഴുത്ത്, അതിനിടയിൽ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം ഉണ്ടായിരുന്നു. എല്ലാം നിങ്ങളെ വഴിയെ അറിയിക്കാം. അപ്പോൾ ആനക്കുളത്ത് പോയ ചില വിശേഷങ്ങൾ നിങ്ങളോട് പറയാനാണ്. ഇപ്പോൾ ഒരുപാട് പേര് ആനക്കുളത്ത് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ആനക്കുളത്ത് വീണ്ടും ചെല്ലുന്നത്. ഏതാണ്ട് ഫസ്റ്റ് പോയത് 1987 അത് കുമാരൻ എന്ന് പറഞ്ഞു എൻ്റെ ഒരു ആദിവാസി സുഹൃത്തുണ്ട് അടിച്ചത്തൊട്ടിയിലുള്ള. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും എഴുതിയിട്ടൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ വാര്യംകുടി എന്ന മുതുവ കോളനിയിൽ വന്നിട്ട് അവിടെ നിന്നും ആനക്കുളത്തോട്ട് ഞങ്ങൾ നടക്കാനുണ്ടായത്. അപ്പോൾ അന്ന് വന്ന് കണ്ട കാഴ്ചകളൊക്കെ ഒരു വ്യത്യാസമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന ആനകൾ ഇപ്പോഴും എത്രയോ വർഷം, എനിക്ക് തോന്നുന്നു 30-35 വർഷം മുമ്പുള്ളതാണ്. ഇന്നും ആനകൾ അവിടെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം വന്നത് പിന്നെ അന്ന് ഞങ്ങൾ ഈ ആനകൾ വന്ന ഈ പുഴയുടെ മറുവശമൊക്കെ പോയിരുന്നു. അന്ന് ആന ഏതാണ്ട് വൈകിട്ടാണ് വന്നത്. വളരെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ഞാൻ പോയത് ഇന്ത്യയിലെ ഏറ്റവും പേരുകേട്ട ഗവേഷകനും ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനുമായ ഡോക്ടർ AJT ജോൺസിങ്ങിനോടൊപ്പമായിരുന്നു. അദ്ദേഹം കേരളത്തിലെ പശ്ചിമഘട്ടത്തെക്കുറിച്ച് വലിയൊരു സർവേ ഒക്കെ നടത്തിയിട്ടുണ്ട്. കൈരേഖ പോലെയാണ് അദ്ദേഹത്തിന് പശ്ചിമഘട്ടമൊക്കെ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ യാത്രകൾ ഒരു ജീപ്പിൽ അദ്ദേഹത്തിന് കുറച്ച് സുഹൃത്തുക്കളും പിന്നെ കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ നമ്മുടെ ജെയിംസ് സക്രിയ സാറിനെ പോലുള്ള ആൾക്കാരും എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിക്കുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ തട്ടേക്കാട് വന്നിട്ട് അവിടെ നിന്ന് ജീപ്പിന് ആനക്കുളത്ത് വരികയുണ്ട്. അപ്പോൾ ഏതാണ്ട് രാത്രിയായി വന്നപ്പോൾ ലൈറ്റൊക്കെ മങ്ങിയ സമയത്ത്. പക്ഷേ ആ സമയത്ത് ഒരുപാട് ആനകൾ വന്നു. അന്ന് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തിരുന്നു. അപ്പോൾ ഈ ആനകൾ ഇവിടെ വരാൻ എന്താണ് കാരണം, ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കൃത്യമായിട്ടുള്ളൊരു ഇതൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എന്തോ അവിടെയുള്ള ആഴത്തിൽ വരുന്ന വെള്ളത്തിന് എന്തെങ്കിലും പ്രത്യേകത കാണാം. പിന്നെ ഇടയ്ക്ക് ബബിൾസ്, അവിടെ അന്ന് ഞങ്ങളൊക്കെ ഇറങ്ങി നോക്കിയാണ് ബബിൾസ് എല്ലാം വരുന്നുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ പൂയംകുട്ടി വനത്തിനുള്ളിൽ പരിന്ത എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. പരിന്ത എന്നാണ് വിളിക്കുന്നത്, ഈറ്റവട്ടുകാരുടെ. അതും ഏതാണ്ട് ആ കാലഘട്ടത്തിൽ 86-87 കാലഘട്ടത്തിൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഈറ്റ വെട്ടുന്നവരുടെ കൂടെ മരത്തിലാണ് വീടുകളൊക്കെ, അവിടെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രിയാകുമ്പോൾ ആനകൾ അവിടെ വരും. പകലുണ്ട് ഒരു 3 മണിക്ക് ശേഷം താഴ്ത്തിറങ്ങാൻ നമുക്ക് പറ്റില്ല, ആനകളായിരിക്കുള്ളൂ. അവിടെ വെള്ളത്തിന് പ്രത്യേകതയൊക്കെ ഉണ്ട്. ഞങ്ങൾ വലിയ ഈറ്റയൊക്കെ എടുത്ത് ഈ പുഴയിൽ വളരെ ആഴത്തിലടിച്ച് വെള്ളമൊക്കെ വലിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർ എന്തോ പുളിരസമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതിന് ശേഷമാണ് ഇപ്പോൾ ആനക്കുളത്ത് വന്ന് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു 3 മാസം മുമ്പൊക്കെ ആയിരിക്കാം ഇപ്പോൾ ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ ഇപ്പോൾ ആകെ സ്ഥലമൊക്കെ മാറി. ഒരുപാട് ആൾക്കാർ ആനകളെ പ്രതീക്ഷിച്ച് നമ്മൾ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന പോലെയാണ്. പുഴയുടെ തീരത്ത് ഇത് കെട്ടിയിട്ടുണ്ട്. അവർ അങ്ങോട്ട് ആൾക്കാർ ഇറങ്ങി പോവാതിരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് ആനകളെ കാണാം. ആനകൾ ഒരു ഭയപ്പാടൊന്നും ഇല്ലാതെ നേരെ വന്ന് പുഴയിലിറങ്ങി വെള്ളത്തിൽ ഇങ്ങനെ ശരിക്കും നീരാടുകയും വെള്ളം കുടിക്കാതെ വളരെ ആഴത്തിൽ ഇങ്ങനെ തുമ്പിക്കൈ ഇത് ചെയ്തിട്ടാണ് വെള്ളം ആഴത്തിൽ നിന്ന് എടുക്കുന്നത്. എന്നിട്ട് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു കൂട്ടം ഇടതുവശത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ മറ്റൊരു കൂട്ടം വലതുവശത്തു നിന്ന് ഒരു കൂട്ടം ആനകൾ വന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. അതിൽ കൊമ്പൻ എന്ന് പറഞ്ഞാൽ ഒരിടത്തരം കൊമ്പൻ ആനയാണ് ഉള്ളത്. ബാക്കിയൊക്കെ പിടിയാനകളും ചെറുകൊമ്പന്മാരും ഒക്കെ വളരെ തീരെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വളരെ ആഹ്ലാദത്തോടുകൂടി അങ്ങനെ വെള്ളം കുടിക്കുകയാണ്. കാരണം നല്ല വെയിലും ഇതൊക്കെ ഉണ്ടായിരുന്നു.
അതിനിടയിൽ ഞങ്ങൾ വരുമ്പോൾ അവിടെ ഒരാന ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ അപ്പോൾ അവിടെയുള്ള ആൾക്കാർ തന്നെ പറഞ്ഞത് ഒരുപാട് ദിവസമായിട്ട് അവിടെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ലെൻസിൽ കൂടെയൊക്കെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ കാലിലൊക്കെ ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ട്. ഏതെങ്കിലും അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരും പറഞ്ഞ് ചിലപ്പോൾ ഏതെങ്കിലും ഇതിൻ്റെ കല്ലിൻ്റെയൊക്കെ ഇടയിൽ പെട്ടിട്ട് അങ്ങനെ ഇത് ചെയ്തായിരിക്കാം മുറിവൊക്കെ. അത് കുറേ അവിടെ നിന്ന് പുല്ല് വേയും വെള്ളത്തിലിറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീട് വന്ന ആനക്കൂട്ടത്തിൻ്റെ അടുത്തൊന്നും പോയൊന്നുമില്ല. അപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ പലപ്പോഴും ആനക്കൂട്ടം ഇതിനെ ഓടിക്കുകയുണ്ടായെന്ന് പറഞ്ഞാൽ. കാലിൽ ചെറിയ പഴുപ്പൊക്കെ ഉണ്ട്, പക്ഷേ ആന നല്ല ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ പതുക്കെ മെല്ലെ മഴക്കാറിങ്ങനെ വന്ന് കൂടുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാടിനും മഴക്കാറിനും ആനക്കൊക്കെ ഒറ്റ നിറമായി. ശരിക്കും മഴയുടെ നിറം, കറുത്ത കാടിൻ്റെ നിറം അതായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഇരുട്ട് കുത്തി മഴ അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഞങ്ങൾ ലെൻസും ക്യാമറയും എല്ലാം കൂടി എടുത്തിട്ട് തൊട്ടടുത്ത് ഒരുപാട് ചെറിയ തട്ടുകട പോലത്തെ കടകളുണ്ട്, അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ നല്ല ആർത്തലച്ച് മഴ വന്നു. അപ്പോൾ നല്ല ചൂടൻ പഴംപൊരിയും ചായയും ആ ചേട്ടൻ തരും. ആനകളെക്കുറിച്ചും വരുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും അതിനിടയിൽ കൂടെ നമ്മൾ ഇതിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. ഇപ്പോൾ ആനയുടെ ദേഹത്തുള്ള ചുവന്ന മണ്ണൊക്കെ മാറി നല്ല കറുത്ത ആനകളായി. ഞാൻ നേരത്തെ പറഞ്ഞില്ല, പുഴയും മഴക്കാറിൻ്റെ ഇത് മഴയുടെ നിറമായി, കാടിൻ്റെ കറുത്ത പച്ചക്ക ഇതിൻ്റെ നിറമായി, എല്ലാം കൂടി ഒരുമിച്ച് ഒരു മായാജ ഇതുപോലെയാണ് എനിക്ക് തോന്നിയത്. മഴ ശരിക്കും ആസ്വദിച്ച ആന. കാരണം നല്ല ചൂടുള്ളൊരു സമയത്ത് ഈ ആനകളെപ്പോലത്തെ ഓരോ ജീവികൾക്കൊക്കെ മഴ കിട്ടുക എന്ന് വെച്ചാൽ അത് ഭയങ്കര സന്തോഷമാണ് അവർക്ക്. മഴയും അതിൽ പുഴവെള്ളവും അതിഷ്ടപ്പെട്ട പുഴവെള്ളം. അപ്പോൾ അതിലൊക്കെ അവർ വളരെ ഉത്സാഹത്തോടെ അത് ഒരു ഗ്രൂപ്പ് പോയ ആന തിരിച്ചു വന്നു മഴയത്ത്. അവർ ആദ്യം വന്ന ഒരു കൂട്ടമാണ്, ചെറിയ കൂട്ടം. അവർ പോയിട്ട് രണ്ടാമത് തിരിച്ചു വരികയാണ് മഴയത്ത്. ഇവിടെ നമ്മൾക്ക് ഇപ്പോൾ ഞങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു തിണ്ട് പോലെ കെട്ടിയേക്കുന്ന സ്ഥലത്ത് നിന്ന് ഷൂട്ട് ചെയ്ത് കുറച്ചപ്പുറത്ത് മാറിയാൽ വേറൊരു സൈഡിൽ നിന്നുള്ള നമുക്ക് വ്യൂ കിട്ടും. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്. അവിടെ ചെറിയൊരു ഫീസൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ അവിടെ നിന്നുള്ളൊരു നല്ലൊരു ആംഗിളും കിട്ടാൻ ഇതുണ്ട്. ഇനിയിപ്പോൾ അതിനു വേണ്ടി ഒന്ന് പോകണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എത്ര കണ്ടാലും മതി വരാത്തൊരു ജീവിയല്ലേ ആന. അതൊരു തൊട്ടപ്പുറത്ത് അതിനെ വളർത്തുന്ന കാട്, നല്ല പുഴ, നല്ല ആൾക്കാർ, പിന്നെ വരുന്നവരെല്ലാവരും അതെ. ഒരുപാട് പേര് പല സ്ഥലത്തു നിന്ന് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. മൂന്നാറിൽ തങ്ങുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു പ്രധാന കേന്ദ്രമാണ് ആനകളെ കാണാൻ വേണ്ടി ആനക്കുളത്ത് വരുന്നത്. തമിഴ്നാട്ടിൽ നിന്നും എല്ലായിടത്തു നിന്നും ആന വരുന്നുണ്ട്. നല്ല കുറേ കടകളും നമുക്ക് പറ്റിയ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ അവിടെ കിട്ടും. അപ്പോൾ ഈ കാഴ്ചകൾ കണ്ട് സ്വസ്ഥമായിട്ട് നിൽക്കാം. അപ്പോൾ എപ്പോഴെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആനക്കുളത്ത് നിങ്ങൾ ഒരിക്കലെങ്കിലും പോകണം. അത്രയും പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. നമുക്ക് ഇനി അടുത്തൊരു എപ്പിസോഡായിട്ട് ഞങ്ങൾ താമസിയാതെ എത്താം. സന്തോഷം, നന്ദി.